ഹലോ ഗായ്സ്, വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാവരും ചെയ്യണ പോലെ ഡേ ഇൻ മൈ ലൈഫ് അല്ല ഗൈസ്, നമ്മൾ വെറൈറ്റി ഈവനിങ് ലൈഫാണ് ചെയ്യണത്. വേറെ ഒന്നുകൊണ്ടല്ല, ഞങ്ങൾ സ്കൂളിലായിരിക്കുമല്ലോ ഉച്ചക്കും വൈകുന്നേരമൊക്കെ. ഉച്ചക്ക് എന്ന് പറഞ്ഞാൽ രാവിലെ ഉച്ചക്കൊക്കെ അവിടെ ആയിരിക്കും, പിന്നെ മദ്രസയിലോട്ട് പോകാണ്ട്. അപ്പോൾ എല്ലാം കൂടും കഴിയില്ല ഗൈസ്. ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്. ഒരു ലീവുള്ള സമയത്ത് ഞങ്ങൾ എവിടെയെങ്കിലും പോവുകയൊക്കെ ചെയ്യുക, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ കുറേ ബട്ടൺസ് ഉണ്ടായതൊക്കെ ഊരിയതിന് ശേഷം അപ്പം ഡ്രസ്സൊക്കെ എടുത്ത് നേരെ ബാത്റൂമിലോട്ട് പോയി. അങ്ങനെ മേലെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് മുഖം കഴുകലും മസ്റ്റാണ്. മേലെ മുഖം കൊണ്ടൊന്നും ഉണ്ടാവില്ല. മേലൊക്കെ നല്ല സോപ്പിട്ട് കഴിക്കുന്നെങ്കിലും മുഖമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് മിററിൽ നോക്കി തന്നെ കഴുകണം. അപ്പം എൻ്റെ കണ്ണൊക്കെ ഇട്ടിട്ടുണ്ട്. അതാണ് ഗൈസ് ഞാൻ സ്റ്റെക്കാക്കിയത്. എനിക്ക് നല്ല ഇഷ്ടമുള്ള സ്മെല്ലാണിത് ഗൈസ്. ഒരു ബദാമിൻ്റെ ഒരു ആൽമണ്ടിൻ്റെ സോപ്പാണ് നൈസ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ പശു കൊണ്ടുവന്നതാണ് അലി ഫൈബർ മാർക്കറ്റിൽ നിന്ന്. പശുവിൻ്റെ കടൻ്റെ അടുത്തുള്ളൊരു പശുവിൻ്റെ ഷോപ്പിൻ്റെ അടുത്തുള്ള ഒരു ഇത് കൊണ്ടാണ്. പശുവിൻ്റെ ഷോപ്പ് ഏതാണെന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ സെയിൽസിൻ്റെ ഷോപ്പാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു മുഖക്ക് നല്ലോണം തോച്ചിട്ടുണ്ട്. ഞാൻ നല്ല അമർത്തി തോത്താറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മുഖക്ക് ചുളിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത്. മെല്ലെ റബ്ബ് ചെയ്യുള്ളൂ ഗൈസ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് പൊറോട്ട ചൂടാക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഒരു ആപ്പിൾ കണ്ടു. അങ്ങനെ ആപ്പിളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പൊറോട്ട ചൂടാക്കണം. അതിന് ഓവനിലാണ് ഞാൻ ചൂടാക്കുന്നത്. മെഷി വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഓവനാണ് സുഖം. മറ്റേത് എനിക്ക് ഗ്യാസ് സ്റ്റവ് കത്തിക്കാൻ ഭയങ്കര പേടിയാണ്. ഞാൻ വല്ലാതെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ കാസ്ട്രോളിൻ്റെ ഫ്ലഗ് ഊരിട്ട് ഞാൻ ഓവൻ്റെ ഫ്ലഗ് കുത്തിയതിന് ശേഷം സ്വിച്ചൊക്കെ ഓൺ ആക്കുന്നുണ്ട്. അപ്പോൾ സ്വിച്ചൊക്കെ അപ്പം മറ്റേതൊക്കെ നീക്കി വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്, ഓണാക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അങ്ങനെ ഓവണൊക്കെ തുറന്ന് അതിലോട്ട് ഞാൻ പൊറോട്ട വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 പൊറോട്ട ഉണ്ട്. ഒന്ന് നിനക്കൊന്ന് എനിക്കും ആവശ്യമുണ്ട്. എനിക്ക് ചെറിയ എന്തെങ്കിലും വലുത് കഴിക്കാൻ. അപ്പം ഞാൻ എന്ത് ചെയ്ത് അപ്പോൾ അവിടുന്ന് ഞാൻ നേരെ ഓവനിലോട്ട് വെച്ചു ഗൈസ്. ഞാൻ പൊറോട്ട ഓവനിലോട്ട് വെച്ചു. അങ്ങനെ ചൂടാവാനായിട്ട് ഞാൻ ചെറിയൊരു ടൈമാണ് ഫിക്സ് ചെയ്തത്. അതുവരെ എനിക്ക് വിശന്നിരിക്കാനാവില്ല ഗൈസ്. അതുകൊണ്ട് ചെറിയ ടൈം ഞാൻ ഫിക്സ് ചെയ്തു. പൊറത്തിന് നല്ല ചൂടാവാനായിട്ട് ഞാൻ എല്ലാ ടെമ്പറേച്ചറും കൂട്ടി വെച്ചിട്ടുണ്ട്. അടിയിലൊരു ടെമ്പറേച്ചറും കൂടി ഉണ്ട്. ഞാൻ ഹാഫായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടെമ്പറേച്ചറല്ല, സോറി, അതായത് ഹീറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഏറ്റവും മുകളിലത്താണ് ടെമ്പറേച്ചർ. പിന്നെ ഞാൻ എന്ത് ചെയ്ത് ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയൊരു ചെറിയൊരു എന്നൊരു ടൊമാറ്റോൻ്റെ ഷേപ്പിലുള്ളൊരു ബാസ്ക്കറ്റാണ് ഗൈസ്. ഇത് വെക്കാത്തതുകൊണ്ടുള്ള ദേഷ്യമാണ് ഞാൻ കയ്യിൽ കാണിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്ത് ഇതിൽ പഴം ഫ്രൂട്ട്സൊക്കെ വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ആ സമയത്ത് എന്ത് ചെയ്ത് ചൂടായിട്ട് അത് വന്നിട്ടുണ്ട്. കുറച്ച് സമയമൊന്നുമല്ല, കുറേ സമയമായിട്ടുണ്ട്. ഞാൻ അതിൽ കുറച്ച് സമയം കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇതൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഞാനല്ല, അമ്മച്ചിയാണ് എടുത്തത്. പ്ലേറ്റ് എടുക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ് ഗൈസ്. മറ്റെന്താ ചെയ്യാന്നറിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അമ്മച്ചിനോട് എടുത്തിടാൻ പറഞ്ഞു. പ്ലേറ്റൊക്കെ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അതാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്ത് ഒരു ഉള്ളിയല്ല ചിക്കനില്ല എന്ന് പറയുന്ന പോലെയുള്ള ഒരു കറിയായിരുന്നു ഞാൻ കഴിച്ചത്. അപ്പം ഞാനങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം എനിക്ക് ചിക്കനൊക്കെ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ ചിക്കൻ്റെ വലിയ പീസ് എടുത്തിട്ടില്ല. ഞാൻ അത് കൂട്ടിയാണ് ചോറ് കഴിച്ചത്. അപ്പം ബീഫൊക്കെ കഴിച്ച് കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഞാനൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അതിൽ ചിക്കനുള്ളൊരു ചെറിയ പീസും കൂട്ടി അപ്പം ഞാൻ മാറിപ്പോയതാണ്. അപ്പോൾ ഞാൻ പൊറോട്ടയാണ് കഴിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കിഷ്ടമാണ് പൊറോട്ട. ഇന്നലെ 3 മണിക്ക് എയർപോർട്ടിൽ കയറി. പിന്നെ 4 മണിക്കൊക്കെ വന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ പാർസൽ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അതാണ് ഗൈസ് ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റഡ് മാറ്റിയതുകൊണ്ടാണ് ഈ പട്ടിഷ ഞാൻ കാണിക്കുന്നത് ഗൈസ്. അപ്പം ഫുള്ള് കഴിച്ച് കഴിക്കണം, എന്നിട്ട് വേണം ബാക്കി പരിപാടിക്ക് നോക്കാൻ. അപ്പോൾ നാളെ എനിക്ക് ചെറിയ ക്രാഫ്റ്റൊക്കെ ഉണ്ട്. അതൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കാണണം ഗൈസ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അതൊക്കെ ഫുള്ള് ഫിനിഷാക്കി കഴിച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്ത് വേഗം പോയിട്ട് യൂണോക്കാർഡ് കളിക്കാൻ വിചാരിച്ചു. അപ്പോഴത്തെ വീട്ടിലത്തെ കുട്ടിയൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എന്നിട്ട് കളിക്കാനൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് യൂണോക്കാർഡ് കളിച്ചെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കയറ്റി വിട്ടിട്ടുണ്ട് ഗൈസ്. അപ്പം വീട്ടിൽ ഞങ്ങൾ യൂണോക്കാർഡ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 2 ആളേ ഉള്ളൂ. ഓൾ 2 ആളും പിന്നെ ഞാനും 3 ആൾക്കാരാണ് ഞങ്ങൾ യൂണോക്കാർഡ് കളിക്കുന്നത്. വേറെ ലോലും കൂടി ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ യൂണിക്കോഡ് കളിച്ചാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ് കളിക്കാൻ. പക്ഷേ ഒരു കാര്യമുണ്ട് ഗൈസ്, എനിക്ക് നമ്പർ നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ 2 കളർ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഒരു നല്ലൊരു കാർഡ് എനിക്ക് കിട്ടണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അത് കിട്ടിയിട്ടില്ല. ആകെ 2 കളറാണ് എനിക്ക് കിട്ടിയത്. പല നമ്പേഴ്സ് ഉണ്ട്, വെറൈറ്റി നമ്പേഴ്സ് ഉണ്ട്. എന്ത് വെറൈറ്റി അത്ര തന്നെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഗ്രീൻ എല്ലാവരും പറയുന്നുണ്ട്. എനിക്ക് ഭയങ്കര ലക്കടിച്ചു ഗൈസ്. ഞാൻ കുറേ ഗ്രീൻ വെക്കുന്നുണ്ട്. ഗ്രീനാകുമ്പോൾ എനിക്ക് സുഖമായി ഗൈസ് അപ്പം വെക്കാൻ. അപ്പോൾ ഓല് പറയുന്ന കളറൊക്കെ എനിക്ക് വെക്കണോണ്ടൊന്നും പ്രശ്നമില്ല. അതുകൊണ്ട് ഓല് പറയണ എല്ലാം എൻ്റെ അടുത്തുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ എടുക്കുന്നുള്ളൂ ഗൈസ്. അപ്പോൾ ഓൾക്ക് എപ്പോഴും എടുക്കേണ്ട പണിയാണ്. അപ്പോൾ എനിക്ക് വേറൊരു കാർഡ് കിട്ടണമായിട്ട് ഞാൻ നല്ല പ്രാർത്ഥിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം എന്തെങ്കിലും നല്ലൊരു കാർഡ് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ 2 വെച്ചു, 4 വെച്ചു, അങ്ങനെ ഫുള്ള് ഗ്രീനായിരുന്നു ഗൈസ്. ഓലെടുത്തായിരുന്നു നല്ല ലക്ക് കാർഡ് ഉണ്ടായിരുന്നത്.
അങ്ങനെ വൈൽഡ് കാർഡ്, ഷഫിൾ കാർഡ്, അതേമാതിരി റിവേഴ്സ് കാർഡ്, ബ്ലോക്ക് കാർഡൊക്കെ ഓലെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ സസിയായി ഇത് മാത്രമേ എടുത്തുള്ളൂ. ഞാൻ എടുത്തപ്പോൾ തന്നെ ഷഫിൾ ചെയ്യാൻ മറന്നു പോയതാണ്. അപ്പോൾ ഞാൻ ഈ കളി നിർത്തണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അത് തന്നെ തുടർച്ചയായി പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നല്ലത് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ. പിന്നെ ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്ന ഉള്ളോട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ എനിക്ക് 4+ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ഓർക്കുന്നുണ്ടായിരുന്നു ഗൈസ് എന്തെങ്കിലും നല്ല ലക്ക് കിട്ടണമെന്ന്. അപ്പോൾ 4+ വെച്ചതിന് ശേഷം ഓടത്ത് 4+ ഇല്ല ഗൈസ്. അപ്പോൾ അങ്ങനെ 4 എടുക്കുന്നതിൻ്റെ എക്സൈറ്റഡ് ആണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറെ കുറേ കാർഡ് കിട്ടിയിട്ട് ഞാൻ ജയിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഒരാൾ ജയിച്ച് പോയി ഗൈസ്. അപ്പം ഞാനും സിനുവാണുള്ളത്. സിനു പറഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലെ കുട്ടിയാണ്. അപ്പോൾ ഓളും കൂടെ ഉള്ളത് ഗൈസ്. ഞങ്ങൾ രണ്ടും കളിച്ചു. പിന്നെ എന്ത് ചെയ്തു എല്ലാവരും കൂടി വന്നപ്പോൾ ഞാനതിന് കളി നോക്കിയോടും എനിക്ക് ഭയങ്കര ഞാൻ കുറേ സമയം കളിച്ചതാണ്. അതുകൊണ്ട് ഓലും കൂടിയിട്ട് കളിച്ചു. അപ്പോൾ എനിക്ക് ചെറിയൻസ് കിട്ടിയിട്ടുണ്ട്. കഴിക്കണം എന്ന് ഞാൻ പോയതാണ്. അപ്പോൾ അവിടെ ചെറിയൻസ് കിട്ടി. അപ്പോൾ അടുത്ത ആൾ കയറി വരുന്നു ഗൈസ്. അപ്പോൾ ഓലും പോലെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ചെറിയ സാധനം കാണിച്ചിട്ട് ഇത് അന്നലെ പോയപ്പോൾ വാങ്ങിയതാണ്. ഒരു ചെറിയ ബട്ടൺ മിറർ എന്നൊക്കെ പറയാം. അവർ ചെറിയ മിററാണ് ഗൈസ്. ഇതിൻ്റെ ഡ്രസ്സുമൊക്കെ ഉണ്ടാണ് പോലുള്ള മിററാണ്. ഇത് മുമ്പ് ഫെബി കാണുന്നതാണ്. അപ്പം ഇനി ഫെബി കാണുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതാണ് ഗൈസ്. അപ്പം അവിടുന്ന് വരുമ്പോൾ ഞാൻ കാണിക്കുന്നതാണ്. അപ്പം ഞാൻ അടുത്ത വീഡിയോ ക്രാഫ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സപ്പോർട്ട് ചെയ്യണേ. ബൈ.